റാന്നി നിയോജകമണ്ഡലം ഇത്തവണ നിലനിർത്തുമെന്ന് സിറ്റിംഗ് MLA പ്രമോദ് നാരായൺ. റാന്നിയിലെ ജനങ്ങൾ പൂർണ്ണമായും തനിക്കൊപ്പമുണ്ടെന്നും പ്രമോദ് നാരായൺ 24നോട് പറഞ്ഞു. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത തരത്തിൽ വലിയ വികസനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രമോദ് നാരായണൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തകൃതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ വേഗം മുന്നിലെത്താൻ LDFന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പ്രചരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. റാന്നിയിൽ പ്രമോദ് നാരായണന്റെ പ്രചരണവും വലിയ ശക്തിയുദ്ധം നടക്കുന്നുണ്ട്. ഒട്ടും പിന്നിലേക്ക് പോകാത്ത രീതിയിൽ വലിയ വാശിയോടുകൂടിയുള്ള പ്രചരണമാണ് നടക്കുന്നത്. രണ്ടാം തവണയാണ് ജനപ്രതിനിധിയായിട്ട് MLA ആയിട്ട് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ നിന്ന് ഇത്തവണത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലൂടെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം? ഇക്കഴിഞ്ഞ 5 വർഷം റാന്നിയിലെ ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്തു. നമ്മൾ പറയില്ലേ, ഇങ്ങനെ മാനസാറിൻ്റെ ഒരു പ്രയോഗമുണ്ട്, നമ്മളെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അതിന് രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. റാന്നിയുടെ കാവൽ, റാന്നിയിലെ എല്ലാ തലമുറകളുടെയും കാവൽക്കാരനാകുക. MLA അല്ല, MLA എന്ന രൂപത്തിലുള്ള ഉത്തരവാദിത്വം, നിയമസഭയിലെ പ്രവർത്തനം, വികസന പദ്ധതികൾ, അതെല്ലാം റാന്നി അക്കാര്യത്തിൽ A+ വാങ്ങിച്ച ഒരു മണ്ഡലമാണ്. ജനങ്ങൾക്കൊപ്പം ഒരു കൂടപ്പിറപ്പായി കുടുംബാംഗമായി നിൽക്കാൻ കഴിഞ്ഞു. അതിൻ്റെ സന്തോഷവും അഭിമാനവുമുണ്ട്. റാന്നി നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉറച്ച പ്രതീക്ഷയാണ്. ആ ഉറച്ച പ്രതീക്ഷയ്ക്ക് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികളിൽ അതിന് പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിച്ച മണ്ഡലമാണ് റാന്നി. 2, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഭേദങ്ങളില്ലാതെ ഈ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 3, കേരളം ശ്രദ്ധിക്കുന്ന പുതുമയാർന്ന വികസനാശയങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായുള്ള റാന്നി നോളജ് വില്ലേജ്, സ്ത്രീകൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ഒരു മണ്ഡലത്തിൽ MLA നടപ്പിലാക്കുന്ന ഷീറൈസ് പോലെയുള്ള സ്ത്രീകളുടെ സംരംഭകത്വ തൊഴിൽ പരിശീലന പദ്ധതികൾ, ഇതെല്ലാം നടപ്പിലാക്കിയതിനെ റാന്നിയിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് സ്വീകരിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ നിറഞ്ഞു നിന്നൊരു മണ്ഡലമാണ് ഈ പറയുന്ന റാന്നി. അപ്പോൾ അതിനകത്ത് ശബരിമല അടക്കമുണ്ട്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ UDF അല്ലെങ്കിൽ BJP ക്യാമ്പുകൾ പ്രചരണായുധമാക്കിയാൽ തിരിച്ചടിയാകുമെന്നൊരു ഭയമുണ്ടോ? കേരള നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യപ്പൻ്റെ മുതൽ കട്ടവർ മോഷ്ടിച്ചവരാരായാലും ഞങ്ങളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുകയല്ലേ, ആളുകളത് കാണുന്നുണ്ട്. തീർച്ചയായും സർക്കാർ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. അത് ഈ വിശ്വാസ സമൂഹവും കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മറ്റൊരു നാട്ടുകാരനായി വന്ന ഇപ്പോൾ നാടിൻ്റെ പ്രിയങ്കനായി മാറിയ ഒരാളാണ്. റാന്നിക്കാരനാണ്, അതിനെ മറുനാട്ടുകാരനല്ല. അതേ നോക്കൂ, ചോദിച്ചു നോക്ക്, ശശികല ചേച്ചി പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇപ്പോൾ ഈ നാട്ടുകാരനല്ലേ? അങ്ങനെ നാട്ടുകാരനായി മാറി, ഈ നാട്ടുകാർ സ്വന്തമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രമോദ് നാരായണന്റെ പ്രചരണം മുമ്പോട്ട് പോകുന്നത്. ഇത്തവണയും ഈ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി പ്രമോദ് നാരായണൻ പങ്കുവെക്കുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.